യഥാർത്ഥ മാനുഷികത്തിൻ്റെ കഥ പറയുന്നതായിരുന്നു വാൽമീകി രാമായണം. അതിൽ ഭക്തിയുടെ നൂലിഴകൾ തുന്നിച്ചേർത്ത് ആനന്ദം ചേർത്ത് നമുക്ക് നൽകുകയായിരുന്നു ഭാഷാപിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഇന്ന് കർക്കിടകം 1. മലയാളികളുടെ വീടുകളും ക്ഷേത്രങ്ങളുമെല്ലാം രാമായണത്തിൻ്റെ ഈരടികളിൽ മുഴങ്ങുന്ന കാലം. എല്ലാവരും ഭക്തിയുടെ ആനന്ദത്തിൽ ലയിക്കുന്ന കാലം. വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും രാമായണ മാസ ആശംസകൾ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. നമ്മുടെ കർക്കിടക മാസത്തില് ആണല്ലോ നമ്മൾ രാമായണം മാസമായിട്ട് ആചരിക്കുന്നത്. എന്താണ് ഈ മാസം മുഴുവനും രാമായണം മുഴുവനായിട്ട് വായിച്ചു തീർക്കുമോ? എന്താണ് ഇതിനോട് പ്രത്യേക താല്പര്യം തോന്നാൻ ഏത് കാലഘട്ടം തൊട്ട് എന്ന് തൊട്ട് തുടങ്ങി രാമായണം വായന എന്നുള്ളതാണ്? അത് ഏകദേശം ഒരു 45 വർഷത്തോളം ആയിട്ടുണ്ട്. പിന്നെ മാസം മുഴുവൻ വായിച്ചു തീർക്കും. പിന്നെ മിക്കവാറും അധിക ദിവസവും കുറച്ച് ഭാഗമെങ്കിലും വായിക്കാറുണ്ട്. നമ്മുടെ സാധാരണ മനുഷ്യന്റെ ജീവിത കഥയാണ് രാമായണം എന്നാണ്. പക്ഷെ അതിനെ ഭക്തിയിലേക്ക് കലർത്തിയതാണ് എഴുത്തച്ഛൻ. അപ്പൊ വായിക്കുമ്പോ ഏതെങ്കിലുമൊക്കെ ഭാഗം വായിക്കുമ്പോ നമ്മുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ടതായിട്ട് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും തോന്നാറുണ്ട്. പിന്നെ ഓരോരോ ഭാഗവും പറഞ്ഞാല് വായിക്കുമ്പോ വനാണെങ്കിൽ ഏകദേശം ഒരു വനത്തിന്റെ ആ ഒരു ഇത് നമ്മളെ മനസ്സിൽ പതിയും. അല്ല ഒരു കൊട്ടാരാണെങ്കിൽ അത് പതിയും. അങ്ങനെ ആ ഒരു പിന്നെ ആ ഒരു എന്താണോ നടക്കുന്ന സംഭവം വിചാരിച്ചാല് അവിടെ ഇരുന്ന് നമ്മൾ വായിക്കുന്ന ഒരു പ്രതീതിയാണ് തോന്നാറ് സാധാരണ. ഈ കർക്കിടക മാസത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ. ഇന്ന് കർക്കിടകം 1. എന്തായിരിക്കും ഇന്ന് നമ്മുടെ വീടുകളിൽ ഇപ്പൊ പഴയ ഒരു തറവാട് ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ആളുകൾ ആ ചിന്തകളിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുക സാധാരണ ഇന്ന് 1-ാം തീയതിയായിട്ട്? 1-ാം തീയതി സാധാരണ ശിബോധി വെക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കാരണം ഈ ഒരു മാസം മുഴുവൻ ഇവിടെ കൃത്യമായിട്ട് നിൽക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് മക്കളുടെ അടുത്തേക്ക് പോകുമ്പോ അപ്പൊ അത് ചെയ്യാറില്ല. എന്നാലും രാവിലെ സാധാരണത്തെ പോലെ വിളക്ക് വെച്ച് പുഷ്പങ്ങളും ഇതൊക്കെ സമർപ്പിച്ച് രാമായണം വായിക്കും. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ, ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം, കാലവും വൃഥ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കുതാതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കു. ഈ രാമായണ മാസാരംഭ ദിനത്തിൽ നിരവധി വർഷങ്ങളായി, ഏതാണ്ട് 45 വർഷത്തിലേറെയായി രാമായണം വായിക്കുകയും രാമായണ കഥകൾ പറയുകയും ചെയ്യുന്ന ശ്രീമതി സ്വർണ്ണലത അമ്മയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചത്. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. സ്വാഗതം പരിശുദ്ധാഭരണങ്ങളുടെ ഈ വിസ്മയത്തിലേക്ക്. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ.